അവരുടെ ആത്മാവിനെ സ്വർഗലോകത്തേക്ക് കൊണ്ടുപോകുമ്പോ മലക്കുകൾ വിളിച്ചു പറയുകയാണ്, റവ്വിഹൂ റവ്വിഹൂ, സന്തോഷിപ്പിക്കണമേ, ഈ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. അങ്ങനെ ആ ആത്മാവിനെ സ്വർഗലോകത്തേക്ക് കൊണ്ടെത്തിക്കുമ്പോ മുൻഗാമികളായി മരണപ്പെട്ടു പോയ സാലിഹീങ്ങൾ, ആരിഫീങ്ങൾ, സാദാത്തുക്കൾ, ഔലിയാക്കൾ, അള്ളാഹുവിന്റെ വഴികളെ സ്വീകരിച്ച അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസന്മാരെയും ദാസിമാരെയും വാനലോകത്ത് വെച്ചവർ കണ്ടുമുട്ടുകയാ. ദുനിയാവിൽ മരിച്ചുപോയവർ അവർ സാലിഹീങ്ങളാണെങ്കിൽ അതിനു മുമ്പേ മരിച്ചുപോയ മുൻഗാമികളായ സാലിഹീങ്ങളെ അർശിൽ കണ്ടുമുട്ടാൻ സാധിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോകുക, ഗൾഫിലേക്ക് പോകുമ്പോൾ നമ്മുടെ നാട്ടുകാരെ കാണുമ്പോൾ, പള്ളത്തുള്ളവരെ കാണുമ്പോൾ, കാസർഗോട്ടുകാരെ കാണുമ്പോൾ, ചെർക്കളക്കാരെ കാണുമ്പോൾ ആ ഗൾഫിലുള്ളവർ നമ്മൾ വിശേഷങ്ങൾ ചോദിക്കുന്നത് പോലെ തന്നെ സാലിഹീങ്ങളായ മനുഷ്യന്മാരാണെങ്കിൽ നല്ല ആത്മാവാണ്, അള്ളാഹയെ വഴിപ്പെട്ട് ജീവിച്ചവനാണ് മരിച്ചുപോയതെങ്കിൽ അവൻ മരിച്ച് അവന്റെ ആത്മാവിനെ ഇല്ലിയൂനിൽ രേഖപ്പെടുത്തുമ്പോ നേരത്തെ മരിച്ച സാലിഹീങ്ങളെല്ലാം അവിടെ ഒരുമിച്ച് കൂടും. രണ്ട് റിവായത്തുണ്ട്, ഒന്ന് ഖബറിലും മറ്റൊന്ന് അർശിലും അള്ളാഹു അവരെ ഒരുമിച്ച് കൂട്ടും. ഇല്ലിയൂനിൽ അവരെ ഒരുമിച്ച് കൂട്ടും. അങ്ങനെ ഒരുമിച്ച് കൂട്ടുമ്പോ ഉടനെ ആ മുൻഗാമികളായ ആത്മാക്കൾ ഇന്ന് മരിച്ച് അർശിന്റെ അരികിലേക്ക് കടന്നു വന്ന ആത്മാവിനോട് ചോദിക്കുകയാണ്, കൈഫ ഫുഇല ഫുലാൻ, കൈഫ ഫുഇല ഫുലാൻ, വമാ ഫുഇല ഫുലാൻ. നമ്മുടെ നാട്ടുകാരന്റെ അവസ്ഥ എന്താണ്? പള്ളത്തുകാരുടെ അവസ്ഥ എന്താണ്? കോസർകോട്ടുകാരുടെ അവസ്ഥ എന്താ? കേരളത്തിന്റെ അവസ്ഥകൾ എന്താണ്? അവിടുത്തെ കാലാവസ്ഥ എന്താണ്? ഹൈദറോസ് ജമാഅത്തിന്റെ അവസ്ഥ എന്താ? ഓരോ മനുഷ്യനെ കുറിച്ചും ചോദിക്കുകയാ. കണ്ടോ, ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ അവിടെ നമുക്ക് കാണാൻ പറ്റും. നല്ല മനുഷ്യനാണെങ്കിൽ നമ്മുടെ ഉപ്പ മരിച്ചുപോയി, ഉപ്പാന്റെ ആത്മാവ് അല്ലാഹു ഇല്ലിയൂനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് ആരൊരാൾ മരണപ്പെട്ടു പോകുന്നുവോ ആ ആത്മാവിനെ, ആ ഉപ്പയെ കാണാൻ സാധിക്കുകയും സംസാരിക്കാൻ കഴിയുമെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ചു പോകുമ്പോ നമ്മൾ എന്താ കരച്ചിൽ? എന്ത് കരയിലാണ്? പൊട്ടി പൊട്ടി കരയിലല്ലേ? ഒരാള് മരിച്ചു പോകുമ്പോ, ഭാര്യ മരിച്ചാല് ഭർത്താവിന്റെ വിഷമം, അത് പിന്നെ സമാധാനിക്കും, വലിയ കരച്ചിലൊന്നും കാണൂല. പക്ഷെ ഭർത്താവ് മരിച്ചാല് ഭാര്യയുടെ കരച്ചിലാണ് സഹിക്കാൻ പറ്റാത്തത്. വല്ലാത്ത കരച്ചിലാണ്. നെഞ്ചിൽ എനിക്കിനി ആരാണോ എന്ന് പറഞ്ഞത് നെഞ്ചിലിട്ട് അടിക്കുന്ന കണ്ടാല് എന്താ അതിന്റെ അർത്ഥം? എനിക്കിനി ആരാണോ, ഇനി രണ്ടാമത് തന്നെ കെട്ടാൻ പോണത് ആരാണോ എന്നുള്ള ഒരു അർത്ഥത്തിലുള്ള അടിയാണ് ആ നെഞ്ചിലിട്ടുള്ള അടി. എന്താ അടി? അപ്പൊ നമ്മൾ വിചാരിക്കും, ഓ ഈ പെണ്ണിന് ഇയാളോട് ഇത്രയ്ക്ക് സ്നേഹമോ, ഇത്രയ്ക്ക് സ്നേഹം, എന്താ കരച്ചില പടച്ചോനെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലൈസ മിന്നാ മൻ ളറബൽ ഖുദൂദ് വശഖൽ ജുയൂബ് വദആ ബിദഅവത്തിൽ ജാഹിലിയ്യ. മൂന്ന് വിഭാഗക്കാർ ഇസ്ലാമിന്റെ വിഭാഗത്തിൽപ്പെട്ടവരല്ല. മൂന്ന് വിഭാഗക്കാർ മുസ്ലിമീങ്ങളല്ല. പരിശുദ്ധ പ്രവാചകന്റെ വഴികളെ അനുധാവനം ചെയ്യുന്നവരല്ല. മൂന്ന് വിഭാഗക്കാർ ജാഹിലീങ്ങളാണ്, വിവരമില്ലാത്തവരാണ്, വിവരദോഷികളാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അവരെ പരിചയപ്പെടുത്തുന്നത് ആരെന്നറിയുവോ? മല്ലറബൽ ഖുദൂദ്. ഭർത്താവ് മരിച്ചുപോയി, ആ ഭർത്താവിന്റെ മയ്യത്തിന്റെ അരികിൽ കിടന്ന് പൊട്ടിക്കരയുന്ന പെണ്ണേ, ശരീരമാസകലം അടിച്ചു വേദനിപ്പിച്ചുകൊണ്ട് അതബില്ലാതെ മര്യാദയില്ലാതെ നെറുകേട് കാണിക്കുകയാണ്. തന്റെ ഉപ്പാന്റെ മയ്യത്തിന്റെ അരികത്ത് കിടന്നുകൊണ്ട്, തന്റെ ഉമ്മാന്റെ മയ്യത്തിന്റെ അരികിൽ നിന്നുകൊണ്ട്, തന്റെ ഭർത്താവിന്റെ മയ്യത്തിന്റെ അരികിൽ നിന്നുകൊണ്ട് ആരൊരാള് പൊട്ടിക്കരയുന്നുവോ, ശരീരമാസകലം അടിച്ചു വേദനിപ്പിച്ചുകൊണ്ട് കരയുന്നുവോ, ലൈസ മിന്നാ, അവർ ഇസ്ലാമിക സമൂഹത്തിൽ പെട്ടവരല്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു മയ്യത്ത് മരിച്ചുപോയാൽ, ഒരു മനുഷ്യൻ മരിച്ചുപോയാൽ കരയണം. കരയാത്തവൻ കല്ലിന്റെ ഹൃദയമുള്ളവനാണ്. അവന്റെ ഹൃദയം കാഠിന്യം നിറഞ്ഞതാണ്. ഒരു നിലയ്ക്കും ലാളിത്യമോ ഉദാരതയോ കരുണയില്ലാത്ത മനസ്സിന്റെ ഉടമയാണ്. അതുകൊണ്ട് കരയണേ. പക്ഷേ ആ കരച്ചിൽ എങ്ങനത്തെ കരച്ചിലായിരിക്കണം? ഈ മയ്യത്തിന് പൊറുക്കപ്പെടാൻ വേണ്ടിയുള്ള കണ്ണുനീര് മാത്രമായിരിക്കണം. അതല്ലാതെ ഒപ്പാരയിട്ട്
കരയലല്ല, പൊട്ടിക്കരയലല്ല, നിലവിളിക്കലല്ല, വിളിച്ചുകൂവലല്ല, അട്ടഹസിക്കലല്ല. ഇത് ജാഹിലീങ്ങളുടെ സ്വഭാവമാണെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ ശരീരമാസകലം അടിച്ച് വേദനിപ്പിക്കുന്ന സഹോദരാ സഹോദരി, അവർ ജാഹിലീങ്ങളാണ്, മുസ്ലിമീങ്ങളല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ടാമത്തെ വിഭാഗത്തെ പരിചയപ്പെടുത്തുകയാണ്. വശഖൽ ജുയൂബ്, മയ്യത്തിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞിട്ട് ശരീരത്ത് ധരിച്ച വസ്ത്രങ്ങൾ വലിച്ചു കീറുകയാണ്, വേദന കൊണ്ട് വലിച്ചു കീറുകയാണ്. ഉപ്പാന്റെ വിരഹ ദുഃഖത്താൽ, ഭർത്താവിന്റെ വിരഹ ദുഃഖത്താൽ, ഭാര്യയുടെ വിരഹ ദുഃഖത്താൽ, തന്റെ സുഹൃത്തുക്കളുടെ വിരഹ ദുഃഖത്താൽ ശരീരത്തിന്റെ വസ്ത്രങ്ങൾ വലിച്ചു കീറുന്ന വിഡ്ഢികളെ, വിഡ്ഢികളെ, നിങ്ങൾ വിശ്വാസികളല്ല, വിശ്വാസികളല്ല, അവര് ജാഹിലീങ്ങളാണ്, ജാഹിലീങ്ങളാണ് നബിയുനാ റസൂലുള്ളാഹി. മൂന്നാമത്തെ വിഭാഗത്തെ അല്ലാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തുകയാണ്. വദഅ ബിദഅവത്തിൽ ജാഹിലിയ, ഒരാൾ മരണപ്പെടുമ്പോ ജാഹിലീങ്ങൾ നിലവിളിക്കുന്നത് പോലെ, ഒപ്പാരയിടുന്നത് പോലെ പൊട്ടിക്കരയുന്നവരെ, വിളിച്ചു കൂവുന്നവരെ, അലമുറയിടുന്നവരെ, അട്ടഹസിക്കുന്നവരെ, ലൈസ മിന്നാ, അവർ നമ്മിൽപ്പെട്ടവരല്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് എങ്ങനെയാണ്? സാധാരണ നിലയിലുള്ള കണ്ണുനീർ. ആ വീട്ടിൽ മരിച്ചു എന്ന് ആരും അറിയാൻ പാടില്ല. മയ്യത്ത് അവിടെ കിടക്കുന്നു, വീട്ടിലെല്ലാവരും ദുആയിലോ ദിക്റിലോ ഖുർആനോത്തിലോ ഒക്കെ ആയിരിക്കും. പക്ഷെ എല്ലാവർക്കും വിഷമമുണ്ടാകും, കരയണം. ആ കരച്ചിൽ കണ്ണുനീരിലൂടെ മാത്രമായിരിക്കണം. അതല്ലാതെ നാട്ടുകാരറിയില്ല, ഔറത്ത് വലിച്ച് എന്താ ഇത്. ചില പെണ്ണുങ്ങളൊക്കെ അടുത്തോട്ട് പോയാലും ബ്ലൗസും കാണൂല, അകത്തും കാണൂല, പുറത്തും കാണൂല, എല്ലാം വലിച്ച് കീറി ആകെ മുടി കീടി, നാഗവല്ലി, യക്ഷി, ഡ്രാക്കുള, രക്തരക്ഷസ്, അതേപോലെ കോല, മുടി എല്ലാം കൂടെ ആകെ വലിച്ചു കീറി. ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ പുണ്യോ? ഈ മയ്യത്തിന് അതിന്റെ പേരിൽ ശിക്ഷിക്കുകയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കരേണ്ട കാര്യമില്ല. നമ്മുടെ ഭർത്താവ് മരിച്ചോ, ആ ഭർത്താവിനെ നമുക്ക് കാണാം നാളെ. മുസ്ലിമീങ്ങളുടെ വിശ്വാസം അതാണ്, മുസ്ലിമീങ്ങളുടെ വിശ്വാസം അതാണ്. നമ്മുടെ ഭർത്താവിനെ നമുക്ക് നാളെ കാണും, നമ്മുടെ ഭാര്യയെ നമുക്ക് നാളെ കാണാം, നമ്മുടെ ഉപ്പയെ നമുക്ക് നാളെ കാണാം, നമ്മുടെ മക്കളെ നമുക്ക് നാളെ കാണാം. ഇന്ന് ഈ ദുനിയാവിൽ നമ്മുടെ മക്കളോട് നമ്മൾ സല്ലപിക്കുന്നത് പോലെ, ഭാര്യയോട് ഭർത്താവിനോട് സല്ലപിക്കുന്നത് പോലെ തന്നെ നമുക്ക് സാലിഹീങ്ങളായ സാലിഹാത്തുകളായ ഭാര്യമാരും ഭർത്താക്കന്മാരുമാണ് നമുക്ക് അല്ലാഹു നൽകിയതെങ്കിൽ അവർക്ക് നാളെ സംഗമിക്കാനുള്ള അവസരം അല്ലാഹു നൽകും. പരിശുദ്ധ ഖുർആനും ഹദീസുകളും അതാണ് ഇല്ലിയൂനിൽ കൊണ്ട് രേഖപ്പെടുത്തുമ്പോ, നേരത്തെ ഭർത്താവ് മരിച്ചുപോയെങ്കിൽ ആ ഭർത്താവിന്റെ അരികിലേക്കാണ് പിന്നീട് തന്റെ ഭാര്യ കടന്നു വരുന്നതെങ്കിൽ ഭർത്താവ് തന്റെ മക്കളെ കുറിച്ച് ചോദിക്കുകയാണ്, പെണ്ണെ നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താ, നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണ്, മഹലിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുകയാണ്. ഓരോ മഹല്ല് നിവാസികളെ കുറിച്ചും ചോദിക്കും. വയസ്അലൂനഹു വമാ ഫുഇല ഫുലാൻ കൈഫ ഫുഇല ഫുലാൻ, ഇന്ന വ്യക്തിക്ക് എന്ത് സംഭവിച്ചു, ഇന്ന വ്യക്തിയുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോ ഉടനെ ഇന്നലെ മരിച്ചുപോയ വ്യക്തി പറയുകയാണ്, അദ്ദേഹം 5 ദിവസം മുമ്പ് മരിച്ചുപോയി, 5 വർഷം മുമ്പ് മരിച്ചുപോയി, ഞാൻ മരണപ്പെടുന്നതിന് 10 വർഷം മുമ്പ് മരിച്ചുപോയി എന്ന് പറയുമ്പോ അവമാജാക്കും, ഈ നാട്ടിലേക്ക് അവൻ വന്നില്ലയോ, കടന്നു വന്നില്ലയോ. കണ്ടോ, അവിടെയാണ് പാളിപ്പോകുന്നത്. ഇന്നലെ മരിച്ചുപോയ വ്യക്തി സാലിഹായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ആത്മാവ് അർശിലെത്തി, ഇല്ലിയൂനിലെത്തി. അപ്പൊ നേരത്തെ ഇല്ലിയൂനിലുള്ളവർ ചോദിക്കുകയാണ്, നമ്മുടെ ഇന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, എന്തുകൊണ്ട് വിശേഷം? അദ്ദേഹം മരിച്ചുപോയല്ലോ, അദ്ദേഹം 5 വർഷം മുമ്പേ മരിച്ചുപോയല്ലോ, പക്ഷെ മരിച്ചിട്ട് ഇവിടെ എത്തിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ذهب به إلى أمه الهاوية. സാലിഹീങ്ങളായ മനുഷ്യനല്ല എങ്കിൽ പരസ്പരം കണ്ടുമുട്ടാൻ അവസരമില്ല. സാലിഹത്തായ പെണ്ണാണെങ്കിൽ പരസ്പരം കണ്ടുമുട്ടാൻ അവസരം നൽകും. ഒരാൾ മരിച്ചുപോയി, അവന്റെ ആത്മാവ് മറ്റുള്ള ആത്മാക്കളുമായി ബന്ധപ്പെടുത്തുമ്പോ ദുനിയാവിൽ മരിച്ചുപോയവരെ കുറിച്ച് ചോദിക്കുന്ന വേളയിൽ അദ്ദേഹം ഇങ്ങോട്ട് കടന്നു വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹം നരകത്തിലേക്ക് പോയിരിക്കുകയാ. നരകവാസികളെ പരസ്പരം കാണാൻ അല്ലാഹു അനുവദിക്കുകയില്ല.
നരകവാസികളെ കാണാൻ അനുവദിക്കുകയില്ല, അവർക്ക് തമ്മിൽ സംഭാഷണം നടത്താൻ അനുവാദമില്ല. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലൂടെ ആയത്ത് ഓതി കേൾപ്പിക്കുകയാ. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂത്ത് വതകൂനുൽ ജിബാലു കൽ അഹ്നിൽ മൻഫൂഷ് ഫഅമ്മാ മൻ ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. ദുനിയാവിൽ നശിച്ചു പോയ മനുഷ്യ, ദുനിയാവിൽ അല്ലാഹുവിന്റെ തൃപ്തിയില്ലാതെ പൊരുത്തമില്ലാതെ മരിച്ചുപോയ മനുഷ്യ, നിനക്ക് ആഖിറത്തിലുള്ള സ്ഥാനം എവിടെയെന്നറിയുവോ? ഹാവിയ എന്ന് പറയുന്ന നരകമാണ്. ഫഉമ്മുഹു ഹാവിയ, അത് ഹാവിയ എന്ന നരകത്തിലാണ് അവന്റെ സങ്കേതം. വമാ അദ്റാക മാ ഹിയ, നബിയെ ആ ഹാവിയ എന്ന നരകത്തെ കുറിച്ച് അറിയോ? നാറുൻ ഹാമിയ, അത് ചുട്ടുപഴുത്ത, അത് ഭയങ്കര ചൂടുള്ള, അത് കത്തിജ്വലിക്കുന്ന നരകമാണ്. നരകമാണ് നബിയെ, നരകമാണ് നബിയെ. ഏതൊരു ആത്മാവിനെ ഇല്ലിയൂനിൽ കാണാൻ സാധിച്ചില്ലയോ, ആ ആത്മാവിന്റെ സങ്കേതം, അടക്ക സ്ഥലം ഹാവിയ എന്ന നരകത്തിലാ. അതുകൊണ്ട് വിശ്വാസമില്ലാതെ മരിച്ചുപോയാൽ അവർക്ക് കണ്ടുമുട്ടാൻ അവസരമില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ആത്മാക്കളെ ഒരുമിച്ച് കൂട്ടുമ്പോ ആ ആത്മാക്കള് തമ്മിൽ സംഭാഷണം നടത്തുമത്രേ. അതേപോലെ ഖബറിലും സംഭാഷണം നടത്തും, ഖബറിലും സംഭാഷണം നടത്തും. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ബഹുമാനപ്പെട്ട സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, ഇന്ന അഹ്ലൽ ജന്നതി യതസാവറൂൻ, സ്വർഗ്ഗവാസികൾ പരസ്പരം കാണാൻ കഴിയുമോ? സംഭാഷണം നടത്തുമോ നബിയെ? അതേപോലെ സഹാബാക്കൾ ചോദിക്കുകയാണ്, ഖബറാളികൾ പരസ്പരം സംഭാഷണം നടത്തുമോ നബിയെ? പരസ്പരം സംസാരിക്കാൻ അവർക്ക് അവകാശമുണ്ടോ നബിയേ? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നഅം നഅം യതസാവറൂന ഫീ ഖുബൂരിഹിം, ഖബറാളികൾ ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, സാലിഹായ ഒരു മനുഷ്യന്റെ മയ്യത്താണ് ഖബറിൽ കൊണ്ടടക്കിയതെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രാഥമിക അവസ്ഥകളെല്ലാം മനസ്സിലാക്കി അദ്ദേഹത്തിനോട് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി നൽകപ്പെട്ട് കഴിഞ്ഞാൽ ആ ആത്മാക്കൾക്ക് നേരത്തെ മരിച്ചുപോയ സാലിഹീങ്ങൾ ഖബറാളികൾ ഓടിയെത്തുമത്രേ, അവരെ ആലിംഗനം ചെയ്യുമത്രേ, സന്തോഷത്തോടെ സ്വാഗതം ഓതുമത്രേ. ദുനിയാവിലെ വിവരങ്ങളും വിശേഷങ്ങളും ആ ഖബറിനകത്ത് ചർച്ച ചെയ്യുമെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നൽ മയ്യിത യസ്തബ്ശിറു ബിഹി വലദുഹു ബിഖുദൂമിഹി. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഒരാൾ മരണപ്പെട്ടു പോയാൽ അദ്ദേഹത്തിന്റെ പിതാവ്, അദ്ദേഹത്തിന്റെ മക്കൾ ആരെങ്കിലും മരിച്ചു പിന്നീട് ആ ഖബറിലേക്ക് വരുമ്പോ ആ നേരത്തെ മരിച്ചുപോയ വ്യക്തി ചോദിക്കുമത്രേ, മോനെ നിന്റെ അവസ്ഥ എന്താണ്? ഉമ്മാന്റെ അവസ്ഥ എന്താണ്? ഉപ്പയും ഉമ്മയും രണ്ട് മക്കളുമുള്ള ഒരു ചെറിയ കുടുംബമാണ്. ഉപ്പ നേരത്തെ മരിച്ചുപോയി. അല്പ ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു മകനാണ്, ആ മകനും മരിച്ചുപോയി. ആ മകൻ ഖബറിലേക്ക് എത്തുമ്പോ സാലിഹായ തന്റെ ഉപ്പയെ കാണുകയും സാലിഹായ തന്റെ ഉപ്പയെ സംഭാഷണം നടത്തുകയും സാലിഹായ തന്റെ ഉപ്പയോട് കുശലാന്വേഷണങ്ങൾ നടത്തുകയും ആ ഉപ്പ തന്റെ മകനോട് ചോദിക്കുമത്രേ, മോനെ നിന്റെ ഉമ്മാന്റെ അവസ്ഥ എന്താ? നിന്റെ പെങ്ങളുടെ അവസ്ഥ എന്താ? നമ്മുടെ കുടുംബക്കാരന്റെ അവസ്ഥ എന്താ? ബാബിയുടെ അവസ്ഥ എന്താ? മാമാന്റെ അവസ്ഥ എന്താ? കൊച്ചാപ്പ മൂത്താപ്പാന്റെ അവസ്ഥ എന്താ? ഇതെല്ലാം ഖബറിനകത്ത് വെച്ച് ചോദിക്കും, ഖബറിനകത്ത് വെച്ച് ചർച്ച ചെയ്യപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുവെങ്കിൽ അതാർക്കാണ് ആ അവസരമെന്നറിയുവോ? കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചവർക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഉടനെ സഹാബാക്കൾ ചോദിക്കുകയാണ്,
നബിയേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിനകത്ത് വെച്ച് സംസാരിക്കാൻ കഴിയുമെന്നും കണ്ടുമുട്ടാൻ കഴിയുമെന്നും നബി തങ്ങൾ സഹാബാക്കളോട് വിവരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ യുഅ്ദനു ലിൽ കാഫിരി അയ്യതകല്ലമ ഫിൽ ഖുബൂർ. അവിശ്വാസികളെ അല്ലാഹുവിനെ ധിക്കരിച്ച് മരിച്ചു പോകുന്നവരെ അവർക്ക് ഖബറിൽ സംസാരിക്കാൻ അവകാശമില്ല. ഉടനെ സഹാബത്ത് ചോദിക്കുകയാണ്, ഹൽ യതകല്ലമുൽ മൗതാ, നബിയേ മരിച്ചവർ സംസാരിക്കുമോ നബിയേ, മരണപ്പെട്ടവർ സംസാരിക്കുമോ നബിയേ, മരിച്ചുപോയവർക്ക് ഖബറിൽ സംസാരിക്കാൻ കഴിയുമോ ഹബീബേ? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നഅം 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 വഹും യതസാവറൂൻ. സാലിഹായ മയ്യത്താണെങ്കിൽ, സാലിഹീങ്ങളായ മനുഷ്യരാണെങ്കിൽ അവർ ഖബറിനകത്തേക്ക് കൊണ്ടുവെക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് മുൻഗാമികളോട് സംസാരിക്കാൻ കഴിയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞുവെങ്കിൽ ഈ ദുനിയാവിൽ മരിച്ചുപോയ നമ്മുടെ ആത്മാക്കൾക്ക് വേണ്ടി പൊട്ടിക്കരയേണ്ടതില്ല. അവരെ ഖബറിലും നാളെ അർശിലും അവരുമായി സംഭാഷണം നടത്താൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ ഉപ്പായെ കിട്ടും, നമ്മുടെ ഉമ്മായെ കിട്ടും, നമ്മുടെ ഭാര്യയെ കിട്ടും, ഭർത്താവിനെ കിട്ടും. അപ്പൊ ഇവിടെ വെച്ചെല്ലാം തീർന്നു പോകുന്നു പേടിക്കണ്ട കേട്ടോ. ഇവിടെ വെച്ചെല്ലാം അവസാനിച്ചു പോകുമെന്ന് ആരും ധരിക്കണ്ട. നമ്മുടെ ഭാര്യ ആഖിറത്തിൽ, നമ്മുടെ ഉമ്മ ആഖിറത്തിൽ, നമ്മുടെ ഉപ്പ ആഖിറത്തിൽ. ഇവിടെ എങ്ങനെ കഴിഞ്ഞുകൂടിയോ അതേപോലെ തന്നെ. അതല്ലാതെ നിങ്ങൾ ധരിക്കുന്നത് പോലെ ഊരിൽ നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഞാൻ എല്ലാ സ്റ്റേജിലും പറയാറുണ്ട്, ഈ നാട്ടിൽ നമുക്ക് നല്ല ഒരു പെണ്ണിനെ അള്ളാഹു തന്നു, നല്ല ഭാര്യയെ തന്നു. അവള് കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി അല്ലെങ്കിൽ പ്രസവിച്ച് നമുക്ക് വേണ്ട എല്ലാ ഖിദ്മത്തുകളും സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു തന്ന പെണ്ണ്. ആ പെണ്ണിനെ നമ്മൾ അവഗണിച്ചിട്ട് നാളെ ഹൂർലിങ്ങളുമായിട്ട് സല്ലപിക്കലാണോ നമ്മുടെ ലക്ഷ്യം? അല്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗ്ഗത്തിലെ ഏറ്റവും നല്ല സുന്ദരി, സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉത്കൃഷ്ടയായ പെണ്ണ് ദുനിയാവിലെ നമ്മുടെ ഭാര്യയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അവളെ ആദ്യം നമുക്ക് കല്യാണം കഴിപ്പിച്ച് തന്നിട്ടേ ഉള്ളൂ ബാക്കി. ആദ്യം അവളുമായിട്ടുള്ള ബന്ധമാണ്, അതിന് ശേഷമാണ് പിന്നെ സ്റ്റെപ്പിനിയൊക്കെ. അതുകൊണ്ട് ദുനിയാവിലുള്ള പെണ്ണിനെ തന്നെയാണ് നമുക്ക് ആഖിറത്തിലുള്ളത്. അതുകൊണ്ട് എൻ്റെ പള്ളത്തുകാരി പെണ്ണുങ്ങളെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ ദുനിയാവിൽ നിങ്ങളെ സുഖിപ്പിക്കുന്നു, ആഖിറത്തിൽ മറ്റേ ഹൂർലിങ്ങളുമായിട്ട് അവർ രസിച്ചു കഴിയുന്നു എന്ന് നിങ്ങൾ ധരിക്കണ്ട. അതുകൊണ്ട് ഭക്ഷണമൊക്കെ നല്ല റാഹത്തായിട്ട് വെച്ചു കൊടുത്തോളി, നല്ല ഉഷാറായിക്കോളി. നിങ്ങൾ തന്നെ അവിടുത്തെ ഭാര്യ, നിങ്ങൾ തന്നെ അവിടുത്തെ ഭർത്താവ്. ഇനി ആർക്കെങ്കിലും നമ്മുടെ ഈ ഭാര്യയെ കൊണ്ട് തൃപ്തിയില്ല, ഓ ഇവിടെ അടങ്ങാറുണ്ട്, അവലും കഞ്ഞിയാണ്, അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ കൊണ്ടുവേണം, അതല്ല വേറെ സ്പെഷ്യലായിട്ട് ഉണ്ടെന്ന് കല്യാണം കഴിച്ചു തരും, അത് വിഷമിക്കണ്ട. ഇനിയിപ്പോ ഇവളും കൂടെ ഇരുന്നോട്ടെ, ഇനിയിപ്പോ നിങ്ങൾക്ക് എന്താ നഷ്ടം? അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കുറവും വരൂല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിന്റെ അവകാശിയാണെങ്കിൽ ആദ്യം അവന് 2 പെണ്ണിനെ അള്ളാഹ് കല്യാണം കഴിച്ചു കൊടുക്കുന്നു. 2 പെണ്ണിനെ. ഇവിടെ അല്ലേ 2 പെണ്ണ് കെട്ടാൻ സമ്മതിക്കാത്തത്? അവിടെ ഒന്നും ആർക്കും ചോദിക്കാൻ പറ്റൂല, ഇവിടെ സമ്മതിക്കൂലല്ലോ. ഇവിടെ ഇപ്പൊ എന്താണ് ഈ മസല പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ അബൂബക്കറിനെ എല്ലാവരും കൂടെ ഉപരോധം ഏർപ്പെടുത്തും. ഈ പെണ്ണുങ്ങൾ പണ്ട് ആയിഷാ ബിയുടെ വീട്ടിൽ തന്നെ വലയം ചെയ്തതുപോലെ. അപ്പൊ അങ്ങനെയുള്ള സംവിധാനമാണല്ലോ ആഖിറത്തിൽ അള്ളാഹു ആദ്യമായിട്ട് സ്വർഗത്തിൽ കയറിയ പാടെ സന്തോഷം 2 പെണ്ണിനെ കല്യാണം ചെയ്യാൻ. എന്താ മുതൽ സാധനം? സ്വർഗത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ ഖബറുമായിട്ടുള്ള ബന്ധങ്ങൾ വിട്ടുപോകും. അതൊക്കെ നമുക്ക് എവിടെയെങ്കിലും സ്വർഗം നരകം അത് മറ്റൊരു വിഷയം, സ്വർഗത്തിലെ ഹൂർലിങ്ങൾ അത് മറ്റൊരു വിഷയം. അപ്പൊ അതൊക്കെ പറയാനും ചങ്കൂറ്റം വേണം, കേൾക്കാനും ഇച്ചിരി ചങ്കൂറ്റം വേണം. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വിഷയം വേറെയാണ്. അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും ഒക്കെ അള്ളാഹു തൗഫീഖ് ചെയ്ത് നമുക്ക് സംസാരിക്കാം. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പൊ അതുകൊണ്ട് ദുനിയാവിലത്തെ ഭാര്യ, ഭർത്താവ്, ഉമ്മ, വാപ്പ ഇവരെയൊക്കെ നമുക്ക് ആഖിറത്തിൽ കിട്ടും. അതുകൊണ്ട് നമ്മൾ കിടന്ന് മരിച്ചുപോയതിന്റെ വരി പൊട്ടിക്കരയേണ്ട, ഗൾഫിലേക്ക് പോകുന്നു എന്നർത്ഥം, അങ്ങനെ കരുതിയാൽ മതി. എവിടെയൊക്കെ പോകുന്നു? ഗൾഫിൽ പോകുന്നു. ഒരു 10 വർഷം കഴിഞ്ഞേ വരുള്ളൂ. 10 വർഷം കഴിഞ്ഞ് വരുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാനും 10 വർഷം കഴിഞ്ഞ് പുറകെ ഇൻഷാ അല്ലാഹ് അങ്ങ് എത്തും. അവിടെ വെച്ച് നമുക്ക് കാണാം. അതാണ് അതിന്റെ അർത്ഥം. സ്വർഗത്തിൽ നമ്മൾ എത്തും, എല്ലാവരും ഒരുമിച്ച് അവരുമായിട്ട് സഹകരിക്കാൻ കഴിയും. അതാണ് ഖുർആൻ പറയുന്നത്, ജന്നാതു അദ്നി യദ്ഖുലൂനഹാ വമാ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്.
സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. അതിനൊന്ന് പറയുന്ന സ്വർഗ്ഗലോകത്തിൽ പരിലസിക്കുന്നവരാരെന്നറിയുവോ? ഈ നാട്ടിലെ ഉപ്പമാരും ഉമ്മമാരും ഭാര്യമാരും ഭർത്താക്കന്മാരും അവരെ അനുഗമിച്ച് ജീവിതം നയിച്ച അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട സന്താന പരമ്പരകളും നാളെ അതിനെന്ന് പറയുന്ന സ്വർഗ്ഗലോകത്തിൽ പരിലസിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അവർ പരിലസിച്ചു കൊണ്ടിരിക്കുമ്പോ, സന്തോഷത്തിമിർപ്പിൽ ആനന്ദ നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോ, വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, സ്വർഗ്ഗലോകത്തിന്റെ നാനാവാതിലുകളിലൂടെ മാലാകമാർ സന്തോഷത്തിന്റെ അഭിവാദ്യങ്ങളുമായി കടന്നു വന്നുകൊണ്ട് പറയുമത്രേ, സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും. നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സന്തോഷം. ഞങ്ങൾ ഇനി നിങ്ങളുടെ ഒരു രഹസ്യങ്ങളും ചോർത്തുന്നവരല്ല, നിങ്ങളുടെ ഒരു പരസ്യവും രേഖപ്പെടുത്തുന്നവരല്ല. നിങ്ങൾക്ക് യഥേഷ്ടം വിഹരിക്കാം, ആനന്ദിക്കാം, അട്ടഹസിക്കാം, ആർഭാട നൃത്തം ചവിട്ടാം. നിങ്ങളുടെ ഒരു തെറ്റുകുറ്റങ്ങളും ഞങ്ങൾ ഇനി രേഖപ്പെടുത്തുകയില്ല എന്ന് മലക്കുകൾ ആ സ്വർഗവാസികളോടും സ്വർഗനിവാസിനികളോടും പറഞ്ഞുകൊണ്ട് അവർക്ക് സലാം പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതാർക്കാണെന്നറിയുവോ? ദുനിയാവിൽ വെച്ച് നല്ല അവസ്ഥയിൽ മരണപ്പെടുന്നവർക്കാണ്. അല്ലാഹു അതിന് തൗഫീഖ് തരട്ടെ. നല്ല അവസ്ഥയിൽ മരിച്ചാൽ എല്ലാരും അവിടെ കിട്ടുട്ടോ, കൊണ്ട് വിഷമിക്കണ്ട. അപ്പൊ അർശിൽ കൊണ്ടുപോയി ആ ആത്മാവിനെ രേഖപ്പെടുത്തി ഇയാളെ മയ്യത്ത് കൊണ്ട് ഖബറിലേക്ക് വെക്കുന്നു. ആ ഖബറിലേക്ക് വീണ്ടും മടക്കപ്പെടുകയാണ്. ഈ വിനീതൻ ഇന്നലെ ആ ഭാഗം ചർച്ച ചെയ്തതാണ്. സാലിഹായ മയ്യത്താണെങ്കിൽ, സാലിഹായ മനുഷ്യനാണെങ്കിൽ അവർക്ക് ചോദ്യത്തിന് മറുപടി പറയാൻ ഒരു വിഷമവുമില്ല, ഒരു പ്രയാസവുമില്ല. അവർ തന്റെ ഇടത്തോടെ ചങ്കൂറ്റത്തോടെ മറുപടി പറയും അത്രേ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മുൻകർ നക്കീറാണ് ഖബറിലേക്ക് ചോദ്യം ചെയ്യാൻ വരുന്നതെങ്കിൽ ഇന്ന് നാം മദ്രസകളിൽ പഠിച്ച മുൻകർ നക്കീറിനെ കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ട്. എത്രയെത്ര പ്രഭാഷണങ്ങളിലൂടെ മുൻകറിനെയും നക്കീറിനെയും നാം ചർച്ച ചെയ്താൽ മുൻകർ ആരാണ്, നക്കീർ ആരാണെന്ന് നമുക്ക് എന്ത് പരിചയമാണുള്ളത്. അതുകൊണ്ട് ഈ വിനീതൻ എല്ലാ സദസ്സിലും പറയുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ പള്ളത്തുകാര് കേട്ട് കാണില്ല. ആരാണ് മുൻകർ നക്കീർ എന്ന് പറയട്ടെയോ? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഒരിക്കൽ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ തട്ടിയിട്ട് അവിടുത്തെ തോളിൽ തട്ടിയിട്ട് പറയുകയാണ്, ഉമറേ കൈഫ അന്ത യാ ഉമർ ഇദാ കുന്ത മിനൽ അർളി ഫീ അർബഅതി അദ്റുഇൻ ഫീ ദിറാഇൻ ഫറഅയ്ത മുൻകറൻ വനകീറാ. വീരശൂര പരാക്രമിയാണ് ഉമർ അൽ ഫാറൂഖ്. ആരെയും ഭയപ്പെടാത്ത വ്യക്തിയാണ്. ധർമ്മമെന്ന രണ്ടക്ഷര ലോകത്തിന്റെ മുന്നിൽ നീതി എന്ന പടവാളിന്റെ പേരിന്റെ ഉടമയായ ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ അനുയായിയും തണലുമായ താങ്ങും തണലുമായ പരസ്യമായി കഅബയുടെ ഖില്ല പിടിച്ച് ഷഹാദത്ത് ഉരുവിടാനുള്ള ചങ്കൂറ്റം കാട്ടിയ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ അൽ ഫാറൂഖിന്റെ നെഞ്ചിൽ തട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ഉമറേ ഉമറേ. ഒരിക്കൽ സുബഹി നമസ്കാരത്തിന് അള്ളാന്റെ റസൂൽ നേതൃത്വം നൽകിയ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ ചാരിയിരുന്നിട്ട് ബഹുമാനപ്പെട്ട ഉമറിനെ മെല്ലെ അടുത്ത് വിളിച്ചിട്ട് പറയുകയാണ്, ഉമറേ നീ മരണപ്പെട്ടാൽ ആറടി മണ്ണിലേക്ക് നിന്നെ മയ്യത്ത് കൊണ്ട് വെക്കപ്പെടുമ്പോ, 4 ഖബറിനകത്തേക്ക് നിന്റെ മയ്യത്ത് കൊണ്ട് വെക്കപ്പെടുമ്പോ, ഇന്നലെ ഖബറിനെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്തപ്പോ നമ്മുടെ നാട്ടിലെ സഹോദരിമാർക്ക് ഖബറൊന്ന് കാണണമെന്നൊരു ഭൂതി ഉണ്ടായെങ്കിൽ ഇന്ന് ആ ഖബറ് കുഴിച്ചിട്ടുണ്ട്. ആ ഖബറ് കണ്ട എത്ര സഹോദരിമാരാണ്. ഈ ഹദീസ് ഒന്ന് കേൾക്കണേ, അയവിറക്കണേ. ആ ഖബറിലേക്കൊന്ന് നോക്കിക്കോ. അല്ലാഹുവിന്റെ റസൂൽ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ വെച്ച് ഉമറിനോട് പറയുകയാണ്, ഉമറേ 4 അല്ലെങ്കിൽ 6 ഖബറിനകത്തേക്ക് നിന്റെ മയ്യത്ത് കൊണ്ട് വെക്കുമ്പോ ഫറഅയ്ത മുൻകറൻ വനകീറാ, മുൻകറിനെയും നക്കീറിനെയും നീ കാണുമ്പോ കൈഫ അന്ത യാ ഉമർ, ഉമറേ നിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ. ഉടനെ ഉമർ ഫാറൂഖ് പറയുകയാണ്, വമാ മുൻകറും വനകീറുൻ യാ റസൂലല്ലാഹ്. പരിശുദ്ധ പ്രവാചകന്റെ തണലാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ വലം കൈയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ എല്ലാമായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിൽ തട്ടിയിട്ട് ആരാണ് മുൻകർ
മുൻകർ നക്കീർ എന്ന് നബി തങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇന്ന് മദ്രസകളിൽ പഠിക്കുമ്പോൾ മുൻകറിനെയും നക്കീറിനെയും കുറിച്ച് പഠിക്കുന്നവരാണ്. ആ ഖായിദ മടക്കി വെച്ചിട്ട് വർഷങ്ങളായി 6-ാമത്തെ വയസ്സിൽ മദ്രസയിൽ പോയി മുൻകറിനെ കുറിച്ച് നക്കീറിനെ കുറിച്ചും കേട്ടവരാണ്. ഇന്നേ വരെ മുൻകർ ആരാ നക്കീർ ആരാന്ന് നമുക്കൊരു ബോധവും ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫറഅയ്ത മുൻകറൻ വനകീറാ, മുൻകറിനെയും നക്കീറിനെയും നീ കാണുമ്പോ നിന്റെ അവസ്ഥ എന്താണ് ഉമറേ? ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, വമാ മുൻകറുൻ വനകീറുൻ യാ റസൂലല്ലാഹ്, ആരാണ് മുൻകർ നബിയെ, ആരാണ് നക്കീർ നബിയെ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇതേപോലുള്ള 6 അടി മണ്ണിനകത്തേക്ക് പലക നിവർത്തി വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് മണ്ണിട്ട് എല്ലാവരും സലാം ചൊല്ലി നമ്മെ ഒറ്റയ്ക്ക് ആ ഹൈദറോസ് പള്ളി കമ്മിറ്റിയുടെ ശ്മശാനത്തിലാക്കിയിട്ട് മടങ്ങി പോകുമ്പോ 2 പേര് കടന്നു വരികയാ യബ്ഹുസാനിൽ അർള ബിഅൻയാബിഹിമാ, ചിരിച്ചുകൊണ്ടല്ല വരുന്നത്, നർമ്മം പറഞ്ഞുകൊണ്ടല്ല വരുന്നത്, സല്ലപിച്ചുകൊണ്ടല്ല വരുന്നത്. ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുകയാണ്, യബ്ഉസാനിൽ അർള ബിഅൻയാബിഹിമാ, ആ മുൻകറിന്റെയും നക്കീറിന്റെയും മുന്നിൽ കൊമ്പുപോലെ വലിയ 2 പല്ല് നീളത്തിലുണ്ടത്രേ. രക്തരക്ഷസ് സിനിമ കണ്ട് പേടിക്കുന്ന എന്റെ സഹോദരി, ഡ്രാക്കുള കണ്ട് പേടിക്കുന്ന സഹോദരി, ഒരു കബറിനകത്ത് നിന്ന് ഒരട്ടഹാസത്തോടെ, ഒരു ഫിലിമിലൂടെ, കേവലം ഒരു 3Dയിലൂടെ, ഏതെങ്കിലും ഒരു കോലാഹലങ്ങളെ ശബ്ദവീചികളിലൂടെ, അത്യാധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ മനുഷ്യനെ പേടിപ്പിക്കുന്ന നാടകങ്ങളും കലാവേദികളും നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കുമ്പോ അത് കണ്ടിട്ട് പേടിച്ചു പോകുന്ന മനുഷ്യ മക്കളെ, ഇതെല്ലാം ഒരു ഉപകരണം മാത്രമാ. ഇതെല്ലാം നശിച്ചു പോകുന്ന കുതന്ത്രമാണ്. ഇതെല്ലാം ഒരു ലൈറ്റിന്റെ പിന്നിലുള്ള പ്രവർത്തനമാണ്. ഇതെല്ലാം ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ സംഭവിക്കുന്നതാണ്. കറണ്ട് കട്ടായി പോയാൽ, അത് നിയന്ത്രിക്കുന്ന വ്യക്തിക്ക് അറ്റാക്ക് വന്നു പോയാൽ ആ രക്തരക്ഷസിന് ചലിക്കാൻ കഴിയില്ല, സംസാരിക്കാൻ കഴിയില്ല, അതിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്താൻ, കാഴ്ചവെക്കാൻ കഴിയില്ല. അതെല്ലാം കളിയാണ്, ചിരിയാണ്, തമാശയാണ്. 50 or 100 റുപ്യ കൊടുത്താൽ കാണാൻ കഴിയുന്ന കേവലം ഒരു വിനോദം മാത്രമാണ്. ആണെങ്കിൽ ബഹുമാനപ്പെട്ട ഉമറിന്റെ മുഖത്ത് തട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഉമറേ, 6 അടി മണ്ണിനകത്തേക്ക് നിന്നെ ചോദ്യം ചെയ്യാൻ വരുന്ന മുൻകർ ആരെന്നറിയോ, നക്കീർ ആരെന്നറിയോ? അവരുടെ മുന്നിൽ 2 വലിയ പല്ലുകൾ തള്ളി നിൽക്കുമത്രേ. അത് തേറ്റപ്പല്ലാണ്. യബ്ഹുസാനിൽ അർള ബിഅൻയാബിഹിമാ, ഭൂമിയെ ഇളക്കി മറിച്ചുകൊണ്ടാണ് വരുന്നത്. എത്ര വലിയ പർവ്വത സാനുക്കളും നിമിഷ നേരം കൊണ്ട് പൊക്ലൈനിലൂടെയും JCBയിലൂടെയും തകർത്ത് തരിപ്പണമാക്കാനുള്ള അത്യാധുനിക ഉപകരണങ്ങൾ 21ാം നൂറ്റാണ്ടിൽ കണ്ടുപിടിക്കുകയും ആ സായം സന്ധിയിൽ നാം അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ ഇതെല്ലാം യന്ത്രങ്ങൾ മാത്രമാണ്, മനുഷ്യന്റെ പ്രവർത്തനം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ മനുഷ്യന് കൈകടത്താൻ കഴിയാത്ത ഒരു ലോകത്തേക്കാണ് മനുഷ്യ ഞാനും നിങ്ങൾ പോകുന്നത്. നമ്മെ മാടി വിളിക്കുന്നത് 6 അടി മണ്ണാണ്, 6 അടി മണ്ണാണ്, മനുഷ്യൻ കുഴിക്കുന്ന കുഴിയാണ്. ആ കുഴിയൊന്നും സംസാരിക്കുന്നില്ല, കുഴി ചലിക്കുന്നില്ല, കുഴിയൊന്നും ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ ആ കുഴി പ്രകമ്പനം കൊള്ളുമത്രേ, ആ കുഴി തീയായി മാറുമത്രേ, ആ കുഴി പാമ്പായി മാറുമത്രേ, ആ കുഴി നെരുപ്പായി ഉയരുമത്രേ, ആ കുഴി ഞെരിക്കുമത്രേ, ആ കുഴി ഇടങ്ങേറിന്റെ കാഹളം മുഴക്കുമത്രേ. ഇതെപ്പോഴാണ് സംഭവിക്കുക എന്നറിയോ? മനുഷ്യ 6 അടി മണ്ണിനകത്ത് നിന്റെ സഹോദരനെ കൊണ്ട് കിടത്തിയിട്ട് ആ കബറിന്റെ മുകളിൽ മണ്ണ് വാരിയിട്ട് 6 അടി മണ്ണിന്റെ പരിസരത്ത് നിന്ന് 7 ചുവട്ടടി നീ പിറകോട്ട് മാറേണ്ട താമസം. യബ്ഹുസാനിൽ അർള ബിഅൻയാബിഹിമാ, ഭൂമിയെ ഇളക്കി മറിച്ചുകൊണ്ടതാ 2 പേര് കടന്നു വരികയാ. വെറുതെയല്ല, അവരുടെ പിൻഭാഗത്തും മുടി ജട പിടിച്ച് കിടക്കുകയാണ്. കാലിന്റെ താഴ്ഭാഗത്തോളം നീളത്തിൽ കിടക്കുന്ന മുടികളെ ചവിട്ടി മെതിച്ചുകൊണ്ടാണ് കടന്നു വരിക. വെറുതെയല്ല, അസ്വാതുഹുമാ കറഅദിൽ ഖാതിഫ്, ഇടിമുഴക്കം പോലുള്ള ശബ്ദ കോലാഹലത്തോടെയാണ് സഹോദരാ 15 കോടിക്ക് മുകളിലുള്ള സൂര്യന്റെ ആഘാതം സഹിക്കാൻ കഴിയാത്ത മനുഷ്യൻ അവൻ നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ്, പടച്ചവനെ ഒരു മഴ വേണമേ, ഒരു തുള്ളി മഴ കൊണ്ട്
കൊണ്ട് ഞങ്ങളെ സമാശ്വസിപ്പിക്കണമേ എന്ന് നിലവിളിച്ച് ദിനരാത്രങ്ങൾ റബ്ബിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ കാർമേഘം കൂടുകയാണ്. അവന്റെ വിളി അല്ലാഹു കേട്ടിരിക്കുകയാണ്. അവന്റെ വിളിക്ക് ഉത്തരം നൽകാൻ പോവുകയാണ്. കാർമേഘം മെല്ലെ കൂടുകയാണ്, ഇരുണ്ട് മൂടുകയാണ്, മിന്നൽ പൊള്ളുകയാണ്. മിന്നൽ പ്രളയത്തിലൂടെ അതാ ഒരു ഇടിമുഴക്കത്തിന്റെ ശബ്ദ കോലാഹലങ്ങളിലൂടെ മനുഷ്യൻ പേടിച്ചു പോവുകയാണ്. ഇടിമുഴക്കത്തിലൂടെ മനുഷ്യൻ അതാ അവന്റെ ടിവിയുടെ സ്വിച്ച് ഓഫ് ആക്കുന്നു, ഫോണിന്റെ സ്വിച്ച് മാറ്റി വെക്കുന്നു, മെയിൻ സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്നു. ഭാര്യ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചു കിടക്കുന്നു. മക്കൾ ഉമ്മാന്റെ ഒക്കത്തിലേക്ക് ഓടി വരികയാണ്. വാതിലുകളും ജനാലകളെല്ലാം കൊട്ടിയടക്കുകയാണ്. ലോകം അവസാനിക്കുകയല്ല, ലോകത്തിന് അന്ത്യം സംഭവിക്കുകയല്ല, മഴ പെയ്യാൻ പോവുകയാണ്. മഴയ്ക്ക് മുന്നോടിയായ ഒരു ഇടിമുഴക്കം മാത്രമാണ് വാനിൽ കേൾക്കുന്നത്. ആ ഇടിമുഴക്കം കേൾക്കാൻ മനുഷ്യ നമുക്ക് സാധ്യമല്ല. മനുഷ്യൻ പേടിച്ചു പോകുന്നുവെങ്കിൽ ആ കബറിനകത്ത് ഇടിമുഴക്കത്തേക്കാൾ ഘോര ശബ്ദം മുഴക്കിക്കൊണ്ടാണ് രണ്ടുപേരും മെല്ലെ കടന്നു വരുന്നത്. അസ്വാതുഹുമാ കർഅദിൽ ഖാതിഫ്. ഇടിമുഴക്കം പോലുള്ള ശബ്ദ കോലാഹലങ്ങളോടെ രണ്ടുപേര് കടന്നു വരികയാണ്. അബ്സാറുഹുമാ കൽബർഖിൽ ഖാസിഫ്. മിന്നൽ പോലുള്ള പ്രകാശമാണ് അവരുടെ കണ്ണിന്റെ ഇമകളിലൂടെ ഗർജിച്ച് നിർഗളിച്ചു കൊണ്ടിരിക്കുന്നത്. ആ മിന്നൽ വേഗത്തിൽ അവരതാ തന്റെ അരികിലേക്ക് കടന്നു വരികയാ. വെറുകൈയോടെയല്ല, വമഅഹുമാ മിർസബത്തും മിൻ ഹദീദ്. ഇരുമ്പിന്റെ ദണ്ഡുമായിട്ടാണ് കടന്നു വരിക. ഒരു കയ്യിൽ ഒരാളിന്റെ ഒരു കയ്യിൽ ഇരുമ്പിന്റെ ദണ്ഡുണ്ട്, മറ്റൊരാളുടെ കയ്യിൽ ഇരുമ്പിന്റെ ദണ്ഡുണ്ട്. ആ ഇരുമ്പിന്റെ ദണ്ഡിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലൗ ളുരിബ ബിഹാ ജബലുൻ ലസാറതു തുറാബാ ഔ റമീമാ. എത്ര വലിയ ഉഹദിന്റെ മല നാം കണ്ടവരാണ്, എത്ര വലിയ പർവ്വതങ്ങൾ കണ്ടവരാണ്. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലകളിലൂടെ എത്രയോ കിലോമീറ്ററുകൾ താണ്ടി മലയുടെ മുകളിലേക്ക് കയറി നൃത്തം ചവിട്ടുന്ന ചെറുപ്പക്കാരികളെ എത്ര മലകളാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടി മലയുടെ മുനമ്പിൽ കയറി നിന്ന് കിലോമീറ്ററുകൾ താഴേക്ക് എടുത്തു ചാടുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയല്ല. നിന്റെ ലവ് മാരേജ് നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ, നിന്റെ കാമഭ്രാന്തത്തിന് പരിഹാരം കാണാൻ എത്ര മലയുടെ മുകളിൽ നിന്ന് എടുത്ത് ചാടുന്നുവെങ്കിൽ ഈ മലകളെ നിനക്ക് അള്ളാഹു നൽകിയത് എന്തെന്നറിയുവോ? നാളെ നിന്നെ ഖബറിലേക്ക് ചോദ്യം ചെയ്യാൻ വരുന്ന മുൻകറിന്റെയും നക്കീറിന്റെയും കയ്യിലുള്ള ആ ദണ്ടുണ്ടല്ലോ, ആ ദണ്ട് കൊണ്ട് ഈ മലയുടെ മുകളിൽ അങ്ങാനും ഒന്നടിച്ചാൽ ലസാറതു തുറാബാ ഔ റമീമാ. അത് ഭസ്മമായി പോകുമത്രേ, ധൂളികളായി പോകുമത്രേ, മണൽ തരികളായി പറന്നു പോകുമത്രേ. അത്രത്തോളം കടുപ്പമേറിയ ഇരുമ്പിന്റെ ദണ്ഡുമായി ഈ 80 കിലോ മനുഷ്യന്, ഈ ചോറ് തിന്നുന്ന മനുഷ്യന്, ഈ പത്തല് കഴിക്കുന്ന മനുഷ്യന്, ഈ റൊട്ടി തിന്നുന്ന മനുഷ്യന്, ഈ ഫ്രൂട്ട്സ് തിന്നുന്ന മനുഷ്യന്, ഈ 100 കിലോ ഉള്ള മനുഷ്യനെ, അല്ലെങ്കിൽ ഏറിയാൽ 120 കിലോ, അല്ലെങ്കിൽ 500 കിലോ ആണെന്നിരിക്കട്ടെ, നിന്റെ മയ്യത്തിന്റെ അരികിലേക്ക് അവർ കടന്നു വരികയാ. അവർ കടന്നു വന്നുകൊണ്ട് ഉറക്കം മതിയാക്കടോ, എഴുന്നേക്കടോ എന്ന് ആ ഉറങ്ങിക്കിടക്കുന്ന മയ്യത്തിനെ വിളിച്ചുണർത്തുമ്പോ രണ്ട് ഭീകര ജീവികൾ നിൽക്കുകയാണ്. ഒരാൾ കാലിന്റെ ഭാഗത്ത്, മറ്റൊരാൾ തലയുടെ ഭാഗത്ത്. നിന്നോട് ചോദിക്കുകയാണ്, മൻ റബ്ബുക, ആരാണടാ നിന്റെ റബ്ബ്? ഫയഖൂലു, അവൻ പറയുകയാണ്, ഹാ ലാ അദിരി. നമസ്കാരമില്ലാത്ത ചെറുപ്പക്കാരാ, നീ മരിച്ചു പോയാൽ ഖബറിനകത്ത് ഈ ചോദ്യത്തിന് മറുപടി നീ പറയുന്നത് ലാ അദിരി, എനിക്കറിയില്ല. എന്താണത്? ആരാണത്? എന്താണത്? എങ്ങനെയാണത്? ആരാണത്? ആരാണ് റബ്ബ്? ഫയഖൂലു ലാ അദിരി. ആരാണ് നിന്റെ റബ്ബെന്ന് ചോദിക്കുമ്പോ അറിയില്ല. ഏതാണ് നിന്റെ ദീനെന്ന് ചോദിക്കുമ്പോ അറിയില്ല. ആരാണ് നിന്നിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനെന്ന് ചോദിക്കുമ്പോ ഫയഖൂലു ഹാ ലാ അദിരി.
അറിയില്ല എന്ന് പറയുമ്പോ മാലാഖമാരുടെ നിറം മാറുകയാണ്, അവരുടെ സ്വഭാവം മാറുകയാണ്, അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണോ ആ ഉദ്ദേശത്തിലേക്ക് അവർ കടക്കുകയാണ്. അത് വെച്ച് അവനെ അടിക്കുകയാണ്, അവനെ പ്രഹരിക്കുകയാണ്, വേദനിപ്പിക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മദീന പള്ളിയിൽ വെച്ച് സഹാബാക്കളോട് ഒരായത്ത് ഓതിക്കൊടുത്തിട്ട് അതിന്റെ വിശദീകരണം ഖബറിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അൽ മുഅ്മിനു ഫീ ഖബരിഹി ഫീ റൗളത്തിൻ ഖളറാ. ഒരു സത്യവിശ്വാസിയാണ് മരിച്ച് ഖബറിലേക്ക് പോകുന്നതെങ്കിൽ അവനിൽ ഖബറിൽ ഹരിതമാണ്, സന്തോഷമാണ്, അവന് എല്ലാ സുഖ സൗകര്യങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനാ ഖബറിൽ ഒരുക്കി വെക്കും അത്രേ. വയുഫ്തഹു ലഹു അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാതിൽ അവന് വേണ്ടി തുറന്നു കൊടുക്കും അത്രേ. മാത്രമല്ല അവന്റെ ഖബർ വിശാലപ്പെടുത്തും അത്രേ. അവന്റെ കണ്ണിന് കാണാൻ കഴിയാത്ത തോതിൽ ആ ഖബറിനെ വിശാലപ്പെടുത്തുകയും 14 രാവിലെ സൂര്യൻ ചന്ദ്രൻ തിളങ്ങുന്നത് പോലെ ആ ഖബറിൽ തിളക്കമുള്ളതായി മാറും, പ്രകാശമാനമായതായി മാറും. സന്തോഷത്തോടെ മാലാഖമാർ ഉറങ്ങിക്കൊള്ളുക, പുതുമണവാളനും പുതുമണവാട്ടിയും ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ എന്ന് അവനെ രസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം അള്ളാന്റെ റസൂൽ രണ്ടാമതായി പറയുകയാണ്, ഏ സഹാബത്തേ, ഞാനൊരായത്ത് ഓതട്ടെയോ? ആ ആയത്ത് എന്തിനാണ് അള്ളാഹു ഇറക്കിയതെന്നറിയുവോ സഹാബത്തേ?